നമസ്കാരം, മച്ചാക്കാട്ടൂരാണ്. അപ്പം ഞാനിന്ന് തേടി വന്നിരിക്കുന്ന ഒരു അതുല്യ പ്രതിഭയുണ്ട്. അതായത് നമ്മുടെ ഓടനാവട്ടം എന്ന് പറയുന്ന ഓടനാവട്ടത്തു നിന്ന് വീണ്ടും ഒരു 2 കിലോമീറ്റർ പുറത്തോട്ട് മാറി ഒരു കാലഘട്ടത്തിലെ ഒരു അതുല്യ പ്രതിഭയായിരുന്നു. ഇപ്പോഴും അതുല്യ പ്രതിഭ തന്നെ. അപ്പം അദ്ദേഹത്തെയാണ് ഞാൻ ഇന്ന് തേടി വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളുമായി അദ്ദേഹത്തെ പരിചയപ്പെടാം. ഓക്കെ സാറേ, നമസ്കാരം. ബാബു അല്ലേ? അതെ. ഫുൾ ടൈറ്റിൽ എന്താണ് സാർ? ഫുൾ ടൈറ്റിൽ സാറിന്റെ അറിയപ്പെടുന്ന പേരെന്താണ്? അറിയപ്പെടുന്നത് ബാബു ഓടനാവട്ടം എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. ഓടനാവട്ടം. സാറ് പണ്ട്, അതായത് 90 കാലഘട്ടങ്ങളിൽ കൊല്ലം കോസ്മിക് ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. അതിന്റെ പ്രധാന അമരക്കാരനായിരുന്നു ഇദ്ദേഹം. അപ്പം സാർ എത്ര വർഷമായി കറക്റ്റ് ആ വർഷം? എത്ര വർഷം ഉണ്ടായിരുന്നു ആ സമിതി കറക്റ്റ്? ആ സമിതി കുറച്ച് നാളത്തേക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു 6 വർഷം മാത്രമാണ് ആ ടീമിലുണ്ടായിരുന്നത്. ഒരുപാട് പ്രഗത്ഭരായ, അതായത് കേരളത്തിൽ അറിയപ്പെടുന്ന സിംഗേഴ്സ്, ഓർക്കസ്ട്രക്കാർ, ഇവരൊക്കെ വർക്ക് ചെയ്ത ഒരു സമിതിയായിരുന്നു കോസ്മിക് ഓർക്കസ്ട്ര എന്നാണ് ഞാൻ കേട്ടത്. അപ്പം അതില് സാറ് സാർ ഏറ്റവും നല്ല രീതിയിൽ, അതായത് സാറിന് ജനങ്ങളെ കയ്യിലെടുക്കുന്ന സാറിന്റെ ഒരു ഗാനം ഉണ്ടായിരുന്നു. നമ്മുടെ വീരമണി സാറ് ആലപിച്ച പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന് പറയുന്ന ഒരു ഗാനം. സാറ് അസാധ്യമായി അത് ആലപിക്കും എന്ന് എന്നോട് പലരും പറഞ്ഞു. പാട്ട് പാടുക എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്ന ഒരു മേഖല ഗാനമേള മേഖല അല്ല. അപ്പോൾ അതുകൊണ്ട് പാട്ട് പാടാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു 6 വർഷക്കാലം അവിടെ നിന്നു. കോസ്മിക് എന്ന് പറഞ്ഞ രാജസ്ഥാൻ്റെ അദ്ദേഹമാണ് ഗാനമേളയിൽ എൻ്റെ ഗുരു. അദ്ദേഹം എനിക്ക് മൈക്കെടുത്ത് നിന്നപ്പോൾ ഞാൻ ആ നിലയിൽ അന്ന് ആ ഗാനങ്ങൾ പാടുകയും അതുപോലെ അനേക മേഖലകളിൽ, അനേക അമ്പലങ്ങളിൽ, അനേക മേഖലകളിൽ ഞാനത് പാടിയിട്ടുണ്ട്. അസാധ്യമായി പാടുന്നതെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും അത് വീരമണി സാറ് എങ്ങനെ പാടിയിരിക്കുന്നു അതുപോലെ താതാത്മ്യം പുലർത്തുവാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ പള്ളിക്കെട്ട് പാടുന്നതിൽ എന്നെ ഒത്തിരി അകമഴിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സമ്മാനങ്ങളൊക്കെ എനിക്ക് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 6 വർഷം മാത്രമേ പിന്നെ ഞാൻ അതിൽ പോയുള്ളൂ. അതിൽ തുടർന്ന് പല മേഖലകളിലും അല്ലെങ്കിൽ പല വർഷങ്ങളിലും ആ കോസ്മിക് ഓർക്കസ്ട്ര ഇവിടെ നിലനിന്നിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ വേറെ ഒരു ക്രൈസ്തവ മാർഗത്തിലേക്ക് ഞാൻ ഇനി വരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ദൈവത്തിന് സാറേ, സാറിന്റെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സാറിപ്പം ദൈവത്തിന്റെ മേഖലയിലാണ്. അതായത് അത് നല്ല കാര്യം. ഓക്കെ, അത് നമുക്ക് എന്താണോ വിശ്വാസം അതാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. ഇത് സാർ പണ്ട് എന്തായിരുന്നു? എനിക്ക് എൻ്റെ ഇപ്പോൾ ചാനലിൽ ഞാൻ സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ്. ഇപ്പൊ സാറ് പണ്ട് എന്തായിരുന്നു അതൊരു മതത്തെയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഒന്നിനെയും നമ്മൾ വ്രണപ്പെടുത്തുവാൻ വേണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിനെ താഴ്ത്തുവാൻ വേണ്ടിയോ അല്ല. ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ പാട്ട് ഒന്ന് പാടുക എന്ന് പറയുന്നത് എൻ്റെ റിക്വസ്റ്റാണ്. അതിലുപരി പ്രേക്ഷകരുടെ റിക്വസ്റ്റാണ്. അതിലുപരി എന്നെ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ വിളിച്ചു പറയുകയുണ്ടായി. അദ്ദേഹം എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, കാരണം ഈ പാട്ട് ചുരുക്കം ചില്ലറയേ ഉള്ളൂ വളരെ പെർഫെക്റ്റായിട്ട് പാടിയിട്ടുള്ളത്. അതായത് മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസിൽ ഒരു ചാക്കോമാഷ് ഉണ്ടായിരുന്നു. പിന്നെ കൊല്ലത്ത് നമ്മുടെ അയ്യപ്പൻ സാർ ഉണ്ടായിരുന്നു, അതായത് കൊല്ലം അയ്യപ്പൻ എന്നറിയപ്പെടുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ കേട്ടതെന്ന് പറഞ്ഞാൽ പിന്നെ സാറിൻ്റെ പേരാണ്. അപ്പോൾ സാറ് നമ്മുടെ ആ പ്രേക്ഷകർക്ക് വേണ്ടി അതിൻ്റെ ഒരു 4 ലൈൻ. അല്ല, അത് പാടാനായി എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. കാരണം അത് നമ്മൾ തുടങ്ങുമ്പോഴത്തേനും കാരണം ഇത് ഇന്ന് ഞാൻ നിൽക്കുന്ന മേഖല എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ മേഖലയാണ്. ഇത് അനേക ഇടങ്ങളിൽ ഇത് പോവുകയും പിന്നെ ഒന്നാമത്തെ കാര്യം, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭ എന്ന് പറയുന്ന ബ്രദറൻ അസംബ്ലി എന്ന് പറയുന്ന ഒരു സഭയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അത് അനേകം ആളുകൾ ഇത് കാണുമ്പോൾ ഇത് എൻ്റെ വിശ്വാസത്തെ അനുഭവിക്കുന്ന നിലയിലേക്ക് ദയവായിട്ട് പ്രേക്ഷകരും അതുപോലെ തന്നെ എന്നോട് ക്ഷമിക്കണം. അനേകർക്കും ഒരുപാട് ആൾക്കാർക്ക് ബോർഡർ ഔട്ട് ബാബുവിനെ ശരിക്കും അറിയാം ഇപ്പം. അതുകൊണ്ട് ആ ഒരു ഗാനം പാടാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മറ്റ് ക്രൈസ്തവ ഗാനങ്ങളാണെങ്കിൽ നമുക്ക് ഏത് വേണമെങ്കിലും. അപ്പം നമുക്ക് നല്ലൊരു ഭക്തിഗാനം, നമ്മുടെ ഒരു ക്രൈസ്തവ ഭക്തിഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആലപിക്കുക. ഞാൻ 1990 ആണെന്ന് തോന്നുന്നു. ഞാൻ ഈ ഗാനമേള വിട്ടതിന് ശേഷം ഞാൻ വളരെ പഴയ ഒരു ഗാനമാണ്
ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗാനം, ഒരു ഏതാണ്ട് 100 കണക്കിന് വേദികളിൽ ഞാൻ ആ ഗാനം പാടിയിട്ടുണ്ട്. അതിൽ ഒരു ഞാനായിട്ട് പാടാനായിട്ട് ശ്രമിക്കാം. സ്തുതിച്ചിടും ഞാൻ നിന്നെ എന്നുമെന്നും, സ്തുതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ, സ്തുതിച്ചിടും ഞാൻ നിന്നെ എന്നുമെന്നും, സ്തുതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. പതിച്ചിടണേ നിൻ കൺകളെന്നിൽ, മതിമതിയായി ലോകവാസം, മതിമതിയായി ലോകവാസം. സ്തുതിച്ചിടും ഞാൻ നിന്നെ എന്നുമെന്നും, കൊതിച്ചിടുന്നു നിന്നെ കണ്ടിടുവാൻ. ഒരുപാട് സന്തോഷം, വളരെ മനോഹരം സാറേ. അപ്പം സാറേ നമ്മളെ വിശേഷങ്ങൾ പറയുക സാറേ. വീട്ടിൽ ഫാമിലി? എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. അവരെ ഈ നിലയിൽ അവിടെ പഠിപ്പിക്കുവാനും വളർത്തുവാനും ഒക്കെയുള്ള ഒരു വലിയ കൃപ ദൈവം എനിക്ക് തന്നു. മക്കൾ എന്ത് പഠിക്കുന്നു? മക്കള് ഇപ്പോൾ BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ കഴിഞ്ഞിരിക്കുകയാണ്. ബാംഗ്ലൂരിലാണ് മോള് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇവിടെ വന്നു. ഇനി 1 മാസത്തിന് ശേഷം വീണ്ടും മോള് ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോകുന്നു. മോന് 6ാം ക്ലാസ്സിലാണ്. അവന് മരുതമൺപള്ളി മാർ ബസേലിയസ് അവിടെയാണ് പഠിക്കുന്നത്. ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ കൂടെ തന്നെ പ്രാർത്ഥനയും ആരാധനാലയത്തിലുള്ള വരവും ഒരുമിച്ചുള്ള യാത്രകളും ഒക്കെയാണ് ആയിട്ട് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ഇപ്പോൾ പോകുന്നു. പിന്നെ എൻ്റെ വൈഫിൻ്റെ മാതാവും എൻ്റെ മാതാവും ഇപ്പം എൻ്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി കുടുംബം പോലെ സന്തോഷമായി ജീവിക്കുന്നു. ഓക്കെ, ഒരുപാട് സന്തോഷം സാറേ. അപ്പം സാറേ, സാർ ആദ്യമേ പറഞ്ഞു ഒരു പരിമിതി പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അപ്പം അത് തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കണം. ഇപ്പം ഞാനായാലും നിങ്ങളായാലും തീർച്ചയായും അത് മനസ്സിലാക്കണം. കാരണം ഓരോ വ്യക്തിത്വങ്ങൾക്ക് ഓരോ നിലപാടുകളുണ്ട്, അവരുടെ വിശ്വാസങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് സാറ് വളരെ ദയനീയമായാണ് നമ്മളെടുത്ത് പറഞ്ഞത്. ഒരുപാട് വിഷമം ഉണ്ടായിരിക്കും മനസ്സിൽ. കാരണം കലാകാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ, അതായത് ഒരു ഓഡിയൻസ് തന്നെ ഇപ്പം ഒരു പാട്ട് ആവശ്യപ്പെടുമ്പോൾ അത് പാടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ പാടാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് അവരുടെ മനസ്സ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാറേ, സിനിമാ പാട്ട് പാടുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ? സിനിമാ പാട്ടൊന്നും ഞാൻ പാടുകയില്ല സാറേ. അതൊക്കെയാണ് ഞാൻ അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞത്. ഞാൻ ഈ ഒരുപക്ഷെ ഇത്രയും പിന്നെ സാറ് അനേകം ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തെങ്കിലും ഒരുപക്ഷെ മതമൈത്രിയിൽ ഉൾപ്പെട്ട് അനേകം ആളുകളെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ വ്യത്യസ്തനായ ഒരാളാണ്. ഒരുപാട് സന്തോഷം. ഞാനതല്ല, അപ്പം നമ്മുടെ മാർക്കോസ് സാർ പാടിയ ഇസ്രായേൽ നാഥനായ ആ ഗാനം നമുക്കൊന്ന് പാടാമല്ലേ? അത് പാടുന്നുണ്ട്. അത് കുഴപ്പമില്ല. അപ്പം നമ്മുടെ മാർക്കോസ് സാറിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇസ്രായേലിൻ നാഥൻ എന്ന ആ ഒരു മനോഹരമായ ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലപിക്കുക. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം, അപപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയിൽ തിരുമുഖം നേടുവാൻ എന്നെന്നും നനരീണമേ. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം. ഓക്കെ, തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. പിന്നെ സാറേ, ഇപ്പം ക്ലാസ് എടുക്കുന്നുണ്ടോ കുട്ടികൾക്ക്?
അല്ല, അങ്ങനെ ഒരു സംഗീതത്തിന്റെ ആണോ സാർ ഉദ്ദേശിച്ചത്? അതെ, സാറ് സംഗീതം പഠിച്ചത് എവിടെയാണ്? ഞാൻ സംഗീതം പഠിച്ചത് ഈ നമ്മുടെ കോസ്മിക് രാജ് സാറിന്റെ എവിടെയാണത്? അത് സാറിന്റെ വീട് ഓടാടത്ത് തന്നെയാണ്, അവിടെയാണ് പഠിച്ചത്. പിന്നെ ഞാൻ പിന്നെ ചാത്തന്നൂർ ബാലൻ എന്ന് പറഞ്ഞൊരു ഭാഗവതർ ഉണ്ടായിരുന്നു, അവിടെയും പോയി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇടയായി. എത്ര വർഷം സംഗീതം പഠിച്ചു? ഞാനൊരു 2-3 വർഷം പഠിച്ചു. കാരണം കൂടുതലും എനിക്ക് ഈ സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു. അതുകൊണ്ട് എത്ര വയസ്സ് തുടർമാനമായിട്ട് എനിക്ക് എത്ര വയസ്സിൽ സംഗീതം പഠിച്ചു? ഞാനൊരു 10 വയസ്സ്. 10 വയസ്സിൽ സംഗീതം പഠിച്ചു. 3 വർഷം. എത്ര വർഷം പ്രൊഫഷണലി ഉണ്ടായിരുന്നു? പ്രൊഫഷണൽ വേദികളിൽ എത്ര വർഷം? പ്രൊഫഷണൽ വേദികളിൽ ഞാൻ എൻ്റെ ഗാനമേള മേഖല എന്ന് പറയുമ്പോൾ ഏതാണ്ടൊരു 20 വർഷം തന്നെ ഉണ്ടായിരുന്നു. 20 വർഷം 20 വർഷം പ്രൊഫഷണൽ വേദിയിലുണ്ടായിരുന്നു, ഗാനമേള ഉണ്ട്. അതിനുശേഷം അതേപോലെ തന്നെ ഞാനൊരു 10-20-25 വർഷവും ഇപ്പോഴും തുടർമാനമായിട്ടും ക്രൈസ്തവ മേഖലയിൽ. അപ്പൊ നമ്മുടെ ദാസേട്ടൻ ആലപിച്ച ഒരു ക്രൈസ്തവ ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാറിന് ഇഷ്ടപ്പെട്ട, ഒരു പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ദാസേട്ടൻ്റെ ഒരു ഗാനം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആലപിക്കുക. ദാസേട്ടൻ്റെ ഞാൻ ഒരുപാട് ഗാനങ്ങൾ ആരാധനാലയിൽ, പള്ളികളിലും ഫംഗ്ഷനുകളിലും ഒക്കെ, കല്യാണ പ്രോഗ്രാമിലൊക്കെ പാടിയിട്ടുണ്ട്. എന്നാലും എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു ദാസേട്ടൻ്റെ ഒരു ഗാനമാണ് ജീവിതം ഒരു സാഗരം എന്ന് പറയുന്ന ഒരു ഗാനം. അതിൽ ഏതാനും വരികൾ. ഓക്കെ, അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ദാസേട്ടൻ്റെ ഒരു ക്രിസ്തീയ ഭക്തി ഗാനം. ജീവിതം ഒരു സാഗരം, മാനസം ഒരു തോണിയും. ജീവിതം ഒരു സാഗരം, മാനസം ഒരു തോണിയും. ഓളങ്ങളിൽ, കൊച്ചോളങ്ങളിൽ പുതുതീരം തേടും മാനവയാത്ര ഇതാ. ജീവിതം ഒരു സാഗരം, മാനസം ഒരു തോണിയും. ഓ ഒരുപാട് സന്തോഷം സാറേ. ഈ എന്താ പറയുന്നത്, ചില പോർഷനൊക്കെ എടുക്കുമ്പോൾ ഉണ്ടല്ലേ ഒരു പ്രത്യേക ശൈലിയുണ്ട്. അത് ഇനി ഒരുപക്ഷെ സാറിൻ്റെ ശൈലിയാണോ അതോ, പക്ഷേ ഒരു ഇമിറ്റേറ്റിങ് ഉണ്ടോ എന്നൊരിക്കലും എനിക്ക് തോന്നുന്നില്ല. കാരണം സാറ് ചില പോർഷൻ വരുന്ന പോർഷൻ, ഹമ്മിങ് വരുന്ന പോർഷനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സാറിൻ്റെ ഒരു ഒഴുക്കുണ്ട്. ഒരുപക്ഷെ അത് SPB സാറിൻ്റെ പാട്ടുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടുള്ളത്. അതായത് നമ്മുടെ അനശ്വരം സിനിമയിലെ താരാപഥം ഒക്കെ അദ്ദേഹം പാടുമ്പോൾ അതിനകത്ത് താരാപഥം പാടിയത് ആരാണ്? SPB സാർ. അതെ. അതിനകത്തൊരു എൻഡിങ് പോർഷനിലും ഒക്കെ അദ്ദേഹത്തിന് ഒരു ചെറിയ ഞുണുക്ക് സാധനങ്ങൾ സംഗീതത്തിൽ ഇടുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. SPBയുടെ ഒരുപാട് പാട്ടുകൾ പിന്നെ ഗാനമേളയിൽ പാടിയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതിന്റെ ഒരു ടേക്ക് സാറിന് കറക്റ്റായിട്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യും സാർ. അപ്പം സാറേ, നമ്മുടെ മീഡിയയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം കൂടി ആലപിക്കുക. ഒരുപാട് സിനിമാ ഗാനങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു സാറിനെ കൊണ്ട് പാടിക്കാൻ വേണ്ടി. നിർഭാഗ്യമെന്ന് നിർഭാഗ്യം അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാർ ആദ്യമേ സാറിൻ്റെ എന്താ പറയുക പരിമിതികളെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ പരിമിതികളാണ് നമ്മൾ തുറന്നു പറയുമ്പോഴാണ് നമ്മളുടെ ആ ഒരു മനസ്സിന്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയുന്നത്, അല്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് ആർക്കും യാതൊരു വിധമായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. അപ്പം സാറേ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുക. ആ
യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? ശക്തിയാകുന്ന രക്ഷയേകുന്ന ശക്തിയാകുന്ന രക്ഷയേകുന്ന സത്യമായൊരു നാമം 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 യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? സർവസൃഷ്ടികളും ആർത്തു പാടുന്ന നാമം സർവശക്തനാമേശുനാഥന്റെ നാമം. സർവസൃഷ്ടികളും ആർത്തു പാടുന്ന നാമം സർവശക്തനാമേശുനാഥന്റെ നാമം. സർവപാപവും പോക്കിടുന്നൊരു രക്ഷിതാവിൻ്റെ നാമം. സർവവും നമ്മിലേകിടുന്നൊരു സ്വർഗതാതൻ തന്നാമം. ഗരിസ റിസനി ഗരിസ റിസനി സനിബ സനിബ സരി ഗരി ഗബ ഗബ സനി സ ഗബ ഗരി സനി ബനി സ. യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? രക്ഷയാകുന്ന ശക്തിയേകുന്ന രക്ഷയാകുന്ന ശക്തിയേകുന്ന സത്യമായൊരു നാമം 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 യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? ആ ഒരുപാട് സന്തോഷം. ആരും സിനിമാ പാട്ട് പാടില്ലെന്ന് ആരും വിചാരിക്കണ്ട. കാരണം എന്താണെന്ന് അറിയാമോ, ഇതൊരു നല്ലൊരു ഭക്തിഗാനമാണ്. വെങ്കിടാചല നിലയം വൈകുണ്ഠപുരൈവാസം, ആ പാട്ടാണ് എനിക്ക് സാറേ ഓർമ്മ വന്നത് ഈ പാട്ട് കേട്ടപ്പോൾ അല്ലേ? ഓക്കെ, സാറേ ഞാൻ സത്യത്തിൽ ഞാൻ പലരെ ഇന്റർവ്യൂ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, എല്ലാ മേഖലയിലും ഇന്റർവ്യൂ ചെയ്തു. നാടൻ പാട്ട്, പിന്നെ സ്കൂൾ അധ്യാപിക, എഴുത്തുകാരി, പിന്നെ കൊച്ചുകുട്ടികൾ, നല്ല പാടുന്ന കൊച്ചുകുട്ടികളെ, അങ്ങനെ കുറേ പേരെ ഇന്റർവ്യൂ ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ സത്യത്തിൽ ഈ ഒരു എന്താ പറയുന്നത് ഒരു ഡിവോഷണൽ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പം സാറേ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം എന്താ അറിയാമോ, ഞാൻ എൻ്റെ ചാനലിൽ എപ്പോഴും പറയാറുണ്ട്, എന്താണെന്ന് അറിയാമോ, പ്രശസ്തരല്ലാത്ത പ്രഗത്ഭരെ ആണ് ഞാൻ കൊണ്ടുവരുന്നത് എന്ന്. അപ്പം സത്യത്തിൽ ഒരു പ്രഗത്ഭനെ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഞാൻ അതിൽ ഒരുപാട് ഹൃദാർത്ഥനാണ്, സന്തോഷമാണ്. അപ്പം സാറേ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം കൂടി ആലപിച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതിൻ്റെ മുൻപായിട്ട് പിന്നെ ഒരു ജീവിത സാക്ഷ്യം എനിക്ക് പ്രേക്ഷകരോട് മുമ്പിലൊന്ന് പറയേണ്ടതായിട്ടുണ്ട്. കാരണം 2013 ഞാൻ ഒരു മേജർ ഒരു ബൈപ്പാസ് സർജറിക്ക് വിധേയനായി. പക്ഷേ ദൈവം, ഡോക്ടർ എന്നോട് പറഞ്ഞത്, പരിമല ആശുപത്രിയിലായിരുന്നു ചെയ്തത്. അപ്പോൾ എന്നോട് പറഞ്ഞത് 2013 ഡിസംബർ 18 ആ ഒരു സർജറി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇനി എൻ്റെ എന്താണ് ജോലി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പാട്ടുപാടി ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ മുമ്പിൽ പറഞ്ഞു എനിക്ക് പാടാനായിട്ട് ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കരയാനായിട്ട് വയ്ക്കും ഡോക്ടർ മുമ്പിൽ. ഞാൻ പറയും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, തീർച്ചയായിട്ടും നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തായാലും ആ ഒരു ബൈപ്പാസ് സർജറിക്ക് ശേഷം 1 വർഷം ഞാൻ ഇതുപോലെ റെസ്റ്റ് ആയതിനു ശേഷം
അതേ ഡോക്ടർ തന്നെ എന്നോട് പാടണ്ട എന്ന് പറഞ്ഞ അതേ ഡോക്ടർ തന്നെ പിന്നീട് എൻ്റെ ഹൃദയം പരിശോധിച്ചിട്ട് പാടാനായിട്ട് ആവശ്യപ്പെട്ടു. അതിനുശേഷം 10,000-കണക്കിന് വേദികളിൽ 10 വർഷം കൊണ്ട് പാടാനായിട്ട് ദൈവം സഹായിച്ചു. അനേക സ്വദേശ മേഖലകളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ ദൈവം എന്നെ സഹായിച്ചു. ഈ അടുത്ത 2026 സെപ്റ്റംബറിൽ വീണ്ടും എനിക്കൊരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ വിശ്രമത്തിലാണ്. അപ്പോൾ ആ നിലയിലും ദൈവം എന്നെ ഭയങ്കരമായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു എന്നല്ലാതെ എനിക്ക് ദൈവത്തോടല്ലാതെ എനിക്ക് മറ്റ് ഒന്നിനോടും എനിക്ക് നന്ദിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്നെ കൂടുതലായിട്ട് രക്ഷിച്ചു. തീർച്ചയായിട്ടും കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞു വയ്ക്കുന്നു എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല. ദൈവം എനിക്ക് ജീവൻ തന്നതുകൊണ്ടാണ് ഇന്ന് മച്ചാൻ ഈ വീഡിയോയിലും എനിക്കിങ്ങനെ ഒന്ന് വരാനും സാറുമായിട്ടൊക്കെ പരിചയപ്പെടാനൊക്കെ സാധിച്ചത് എന്നുള്ളത് ഞാൻ പറയുകയാണ്. ഇപ്പോൾ സാറ് ഒടുവിലായിട്ടൊരു ചോദ്യം എന്നോട് ചോദിച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനത്തിൻ്റെ 4 ശകലം. സാറിനെ നമ്മൾ വിളിക്കാതെയാണ് വന്നത്. ജസ്റ്റ് ഇന്ന് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ്. അപ്പം സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട് റിഹേഴ്സലോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന്. അപ്പോൾ സാറ് സത്യത്തിൽ എന്താ പറയുന്നത്, സാറ് പ്രിപ്പയർഡ് അല്ലായിരുന്നു. എങ്കിലും സാറ് നോട്ട് നോക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ സാറിന് ഇപ്പം ഈ ഒരു മേഖലയിലൊക്കെ നിൽക്കുന്നുണ്ട്. സാറിന് ഒരുപാട് നോക്കിയെടുക്കണം. അതാണ് ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നത്. അത് മറ്റൊന്നും വിചാരിക്കരുതാരും. അപ്പം നമുക്ക് ഈ റിഹേഴ്സൽ ഇല്ല എന്ന് ആദ്യമേ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ സാറേ. ഓക്കെ സാറേ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ല അതിൻ്റെ പാടുക. സ്നേഹസുധാരസം ചൊരിഞ്ഞിടുകെന്നിൽ സ്നേഹാർദ്രനായ കർത്താവേ, സ്നേഹസുധാരസം ചൊരിഞ്ഞിടുകെന്നിൽ സ്നേഹാർദ്രനായ കർത്താവേ, സ്നേഹം തുളുമ്പും നിൻ സ്വരമൊന്നു കേൾക്കാൻ, സ്നേഹം തുളുമ്പും നിൻ സ്വരമൊന്നു കേൾക്കാൻ കാതോർത്തിരിപ്പൂ ഞാൻ ദൂരെ ദൂരെ ദൂരെ. സ്നേഹസുധാരസം ചൊരിഞ്ഞിടുകിന്നിൽ സ്നേഹാർദ്രനായ കർത്താവേ, സുഖവും ദുഃഖവും ജനനവും മരണവും എല്ലാം നിന്നുടെ ദാനമല്ലേ. സുഖവും ദുഃഖവും ജനനവും മരണവും എല്ലാം നിന്നുടെ ദാനമല്ലേ. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാം നിന്നുടെ ചൈതന്യം ദേവാ ദേവാ. ഒരുപാട് സന്തോഷം സാറേ. ഇങ്ങനെ ഒരു ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ യഥാർത്ഥത്തിൽ ഹാപ്പിയാണ്. കാരണം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് വ്യത്യസ്ത തലം എന്ന് പറയാറുണ്ട്. അപ്പം അതേപോലെ ഒരു വ്യത്യസ്ത തലത്തിലെ ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. അതിൽ ഞാൻ സന്തോഷമാണ് സാറേ. നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ആശംസ കൊടുക്കുക. തീർച്ചയായിട്ടും ഈ സായം സന്ധ്യയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. വാസ്തവത്തിൽ ഈ മച്ചാൻ വീഡിയോയിൽ വരാൻ സാധിച്ചത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ടും അതൊരു പദവിയായിട്ടും ഞാൻ കരുതുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ എനിക്ക് പരിചയപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ അതിലൂടെയുള്ള ആത്മീയ ഗീതങ്ങളൊക്കെ പാടുവാൻ എന്നെ തേടി വന്നതിൽ അതിയായ സന്തോഷമുണ്ട്.
സാറിൻ്റെ മീഡിയ കൂടുതലായിട്ടുള്ള ദൈവികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല എനിക്ക് ഒരു ഉപദേശം തരുവാനായിട്ടുള്ളത്, വളർന്നു വരുന്ന ഇതുപോലെയുള്ള ആളുകളെ കണ്ടെത്തി ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അഭിനന്ദനാർഹമായിരിക്കുന്ന എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. മാത്രമല്ല സമൂഹത്തിൽ നമുക്കറിയാം ഒരുപാട് കൊല്ലും അതുപോലെ കൊലപാതകങ്ങളും അധാർമികമായ ഒരുപാട് മേഖലകളിലാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആണും പെണ്ണും വ്യത്യാസമില്ല. എന്നാൽ അവരൊക്കെ ഈശ്വര ചിന്തയോടുകൂടി ഈശ്വര ചൈതന്യത്തോടുകൂടി വാസ്തവമായി നമ്മളെ നിർമ്മിച്ച ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. കാരണം ലോകസ്നേഹത്തെ കൂടുതലായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോയ ഒരാളാണ് ഞാൻ. പക്ഷേ ദൈവസ്നേഹം ഇന്നതെന്ന് എനിക്ക് തിരിച്ചറിയുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. അതുകൊണ്ടാണ് ഞാൻ ഈ ഉപദേശം നൽകുന്നത്. ഉപദേശം ഒരുപക്ഷെ ആർക്കും ഇഷ്ടമല്ലായിരിക്കും, എങ്കിലും തീർച്ചയായിട്ടും പ്രേക്ഷകരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത് ദൈവികമായ ഈശ്വരാധീനമുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കേണ്ടത് ആവശ്യമുണ്ട്. മച്ചാൻ വർഗീസിനും അതുപോലെ മീഡിയയിലുള്ള എല്ലാ മച്ചാക്കാട്ടൂർ അപ്പം അതിന് വേണ്ടുന്ന എല്ലാ ഭാവങ്ങളും ധാരാളമായി ദൈവത്തിൻ്റെ കൃപകൾ ധാരാളമായി പകരട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ഒരുപാട് സന്തോഷം. അപ്പം ഞാനിപ്പം ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പം അദ്ദേഹം കുറച്ച് നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പം ശരി, ഓക്കെ, തുടങ്ങാം.